റിട്ടേൺ എക്സാം ഇല്ലാതെ IASന്റെ സാലറിയുമായിട്ട് ഒരു ഗ്രൂപ്പ് A ജോലി, അതും ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടി സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ടെക്നിക്കൽ വിങ്ങിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വഴി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതും റിട്ടേൺ എക്സാം ഇല്ല. വേക്കൻസി 13 വേക്കൻസീസ് ആണ്. അതിന് കാറ്റഗറി വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UR കാറ്റഗറിക്ക് 7 വേക്കൻസീസ്, OBC SC STക്ക് ഈ 2 വേക്കൻസീസ് വെച്ചിട്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, 3/7/2025, അതായത് ജൂലൈ 3-ാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇത് കൂടാതെ തന്നെ തൊട്ട് അടുത്ത ദിവസം വരെ നമുക്ക് സമയമുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് കൈവശം വെക്കാനായിട്ട്. ഇത് എവിടെയും അയക്കേണ്ട ആവശ്യമില്ല, അത് പ്രിന്റ് എടുത്ത് കൈവച്ചാൽ മാത്രം മതിയാകും. ഇനി എന്തിനാണ് ഈ പ്രിന്റ് ഔട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ് നമുക്കുള്ളത്. റിട്ടേൺ എക്സാം ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രിന്റ് എടുത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ upsconline.gov.in ORA എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം UPSC ആണ് നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് ആസ് ഓൺ ജൂലൈ 3rd 2025 ആണ് ക്രൂഷ്യൽ ഡേറ്റ്. 35 ഇയേഴ്സ് ആണ് UR കാറ്റഗറിയുടെ വരുന്നത്. അപ്പം OBCക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. 38 ഇയേഴ്സും SC STക്ക് 40 ഇയേഴ്സും ആണ്. ശ്രദ്ധിക്കുക, ജൂലൈ 3-ാം തീയതി 2025 ആകുമ്പോഴേക്കും 35 വയസ്സ് കവിയാത്ത ഒരാള്, OBC ആണെങ്കിൽ 38 വയസ്സ് കവിയാത്ത ഒരാള്, SC ST ആണെങ്കിൽ 40 വയസ്സ് കവിയാത്ത ഒരാൾ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ ഗവൺമെന്റ് സർവൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് 3 വർഷത്തെ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സിന്റെ കണ്ടിന്യൂസ് സർവീസ് ഉള്ളവർക്കാണെങ്കിൽ 5 വർഷം വരെയുള്ള ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. അത് ജനറൽ കാറ്റഗറി, അതായത് UR കാറ്റഗറിക്കാണ് വരുന്നത്. SC ST കാറ്റഗറിക്കാണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 8 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ സർവൻസ് ആയിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് സർവൻസിന് ഇത് ബാധകമല്ല. മാത്രമല്ല 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് ആയിരിക്കണം. അത് അലൈഡ് കാഡർ ആയിരിക്കണം, അതായത് ഒരു സെയിം ലൈൻ ഓഫ് ജോബ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കാഡർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ അത് റെഗുലർലി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പെർമനന്റ് പൊസിഷൻ ആയിരിക്കണം. അല്ലാതെ ആഡ് ഹോക്ക് ജോബ്സോ ടെമ്പററി പൊസിഷൻസോ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല. 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ്, പെർമനന്റ് പൊസിഷൻ, റെഗുലർ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ പറയുന്ന റിലാക്സേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. വീണ്ടും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് ജൂലൈ 3-ാം തീയതി ആവുമ്പോഴേക്കും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് BE അല്ലെങ്കിൽ BTech ആണ്, അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആയാലും മതി. BTech ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ EC ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BSc IT അല്ലെങ്കിൽ BTech IT, BTech സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പം BTechകാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ കുറച്ച് മെമ്പർഷിപ്സ് ആണ് അവർ പറയുന്നത്. AMIയിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ AMIET. ഇനി അതുമല്ല എങ്കിൽ മാസ്റ്റർ ഇൻ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ MCA പറയുന്നുണ്ട്, ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് ഓഫ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ഓർ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ IT എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. പക്ഷെ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ആണ്. പക്ഷെ അതിനകത്തൊരു നോട്ട് UPSC പറഞ്ഞിട്ടുണ്ട്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണ്, ടാലന്റഡ് ആണ്, സ്കിൽഡ് ആണ് എങ്കിൽ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ റിലാക്സ് ചെയ്യും എന്നുള്ളതും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി UPSC എന്നും പറയുന്നുണ്ട്. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഈ എഡ്യൂക്കേഷൻ ഒരു ഇഷ്യൂ അല്ല എന്നുള്ളതും പറയുന്നുണ്ട്. സാലറി നമ്മൾ പറഞ്ഞു IASകാരുടെ സാലറിയാണ് വരുന്നത്. അതായത് ലെവൽ 10 ആണ്, ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്. സോ 56,100 56,100 മുതൽ 2,50,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. പോസ്റ്റ് പെർമനന്റ് ആണ്, നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി ആണ് വരുന്നതെങ്കിലും ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്യൂട്ടീസ് നോക്കാം. ഇത് നോക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഇതിനനുസരിച്ച് വേണം നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി സബ്മിറ്റ് ചെയ്യണം. കാരണം ഇന്റർവ്യൂവിന് ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അയാൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സും അയാൾ സബ്മിറ്റ് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെച്ചിട്ടാണ്, പിന്നെ സ്കില്ലും വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യൂട്ടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഡ്യൂട്ടീസ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പറയുന്നുണ്ട്, അതിന്റെ എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് പറയുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി, ഫോറൻസിക് എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് പറയുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് വരും, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ മെയിൻ്റനൻസ്
മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഓഡിയോ, വീഡിയോ ആൻഡ് CCTV എക്യുപ്മെന്റ് വരുന്നുണ്ട്. അപ്പം ഇതിൽ വളരെ സ്കിൽഡും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞു സെലക്ഷൻ ഇസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർവ്യൂ. പക്ഷെ അതിന് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ യു. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവിന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഇനി എക്സാം ഫീസ് നോക്കാം. ചിലർക്ക് ഫീസേ ഇല്ല. ആർക്കൊക്കെയാണ് ഫീസ് ഇല്ലാത്തത്? SC, ST, PWBD, അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക്, അതേപോലെ വിമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നുമില്ല. ഇതൊന്നും അല്ലാത്തവർക്ക് ഫീസ് ഉണ്ട്. 25 രൂപയാണ് ഫീസ് വരുന്നത്. അത് 2 രീതിയിൽ നമുക്ക് റെമിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നിക്ക് ഏതെങ്കിലും ഒരു SBI ബ്രാഞ്ചിൽ റെമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആസ് യൂഷ്വൽ UPIയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് റെമിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ശ്രദ്ധിക്കുക, ഫീ എക്സംഷൻ ജനറൽ, OBC, EWS മെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, വിമൻ ആൻഡ് PWBD കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീസ് ഇല്ലാതെ വരുന്നത്. ഇനി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം റീസെന്റ് ഫോട്ടോഗ്രാഫാണ് പറയുന്നത്. റീസെന്റ് ഫോട്ടോഗ്രാഫിൽ അവർ പറയുന്നത് എന്നാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ 10 ദിവസം മുമ്പ് വരെയുള്ളത് പറ്റും എന്നുള്ളതാണ്. അതായത് ജൂൺ 4 ശേഷം എടുത്ത ഫോട്ടോഗ്രാഫ്സ് മാത്രമേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, എങ്ങനെയാണോ നിങ്ങളുടെ അപ്പിയറൻസ് ആ ഫോട്ടോഗ്രാഫിലുള്ളത് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇന്റർവ്യൂവിൽ ചെല്ലേണ്ടത്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്റർവ്യൂവിന് എങ്ങനെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഫോട്ടോ. ഇപ്പോൾ ഷേവ് ചെയ്തിട്ടും അതേപോലെ തന്നെ മുടി കട്ട് ചെയ്തിട്ടും ക്രോപ്പ് ചെയ്തിട്ടുമാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോട്ടോന്റെ താഴെയായിട്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റും എപ്പോഴാണ് ആ ഫോട്ടോഗ്രാഫ് എടുത്തത് ആ ഡേറ്റും കൂടി വേണം. ഫോട്ടോഗ്രാഫിന്റെ കാര്യം പറഞ്ഞൊരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4 ശേഷമുള്ള ഒരു ഡേറ്റ് വേണം ആ ഫോട്ടോഗ്രാഫിൽ വരാനായിട്ട്. അതേപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ഫേസ് കൃത്യമായിട്ട് 3/4 ഓഫ് ദി സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം, ക്ലിയർ ആയിരിക്കണം, അതേപോലെ കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ആൻഡ് ഫേസിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ എക്സ്പ്രഷൻ ആയിരിക്കണം. നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല എന്നർത്ഥം. അപ്പൊ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റഡും അതേപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു അവസരം വിട്ട് കളയരുത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്, ഫോട്ടോ എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്.